പറയുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? കേരളത്തിലെ ഓരോ കടകളും ഓരോ ദിവസം അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കേരളത്തിൽ പല ഹോട്ടലുകളും ക്ലോസ് ചെയ്തു, പാചകവാതകമില്ല. കേരളത്തിലുണ്ടാകുന്ന പല ഹോട്ടലുകളും പല തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്നറിയോ? പല തൊഴിലാളികളുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇലക്ഷൻ്റെ ബഹളത്തിൽ കേരളം അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പല വീടുകളിലേക്കും ഗ്യാസ് എത്തിക്കുന്നില്ല. ഞാൻ പറയുകയാണ്, ഒരു ഹോട്ടൽ പിന്നെ ഓണർ പറയുകയാണ്, ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ ചുറ്റുമുള്ള വീടുകളിലെ മുഴുവൻ ഗ്യാസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഗ്യാസ് കിട്ടുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കത്തിക്കുകയാണ്. വേറെ നിർവാഹമില്ല. കാരണം ഇല്ല, അവിടെ ഈ പറയുന്ന ഈ വിറക് കത്തിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? വളരെ തുച്ഛമായ വളരെ സംവിധാനമേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് കേരളത്തിൽ. ആ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നില്ല. ഇനി 20 ദിവസം കിടക്കുകയാണ്. മനസ്സിലായി? ഇന്ന് പെട്രോളിൻ്റെ വില 2.5 രൂപ കൂട്ടി. മനസ്സിലായി? അപ്പോൾ സ്പെഷ്യൽ പെട്രോളിൻ്റെ വില 2.5 രൂപ കൂട്ടി. കേരളം ചർച്ച ചെയ്യുന്നില്ല. കേരളം ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താണ്? ഇലക്ഷൻ്റെ ബഹളത്തിൽ കേരളത്തിൽ മാധ്യമങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നാളെയും മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ ഓരോ വീടുകളിലേക്കും ജനങ്ങൾ ഇറങ്ങും. ഓരോ വീടുകൾ അന്നേരം ഈ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരും. ചർച്ച ചെയ്യുമ്പോൾ ഈ 10 ദിവസം കഴിയുമ്പോൾ കേരളം എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്താണ് തീരുമാനിക്കുക? ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താ തീരുമാനിക്കുക? പ്രത്യേകിച്ച് മലയാളികളാണ്. മലയാളികൾക്ക് വിഷമം ഉണ്ടായാൽ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര് അധികാരത്തിൽ വരും വരില്ല എന്ന് പറയാനുള്ള ഈ 140 മണ്ഡലത്തിൽ LDF UDF പ്രഖ്യാപനം കണ്ടിട്ട് ഒന്നും പറയാൻ കഴിയത്തില്ല. BJP പിന്നെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ 2-3 മണ്ഡലത്തിൽ നോക്കിയാൽ മതിയല്ലോ, ബാക്കി മണ്ഡലത്തിൽ കാര്യമായി നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് അധികാരത്തിൽ വരും എന്നുള്ള കാര്യം പറയാൻ കഴിയത്തില്ല. പിന്നെ വേറൊരു കാര്യം, 2-3 സീറ്റ് BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, ഒരു വലിയ സ്വീപ്പൊന്നും ഒരു പാർട്ടി ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, വലിയ വിജയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 3 സീറ്റ് വലിയ ബാധ്യതയാവും ചിലപ്പോൾ. അത് പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്.